എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? എന്റെ മോനെ ഏത് ഷർട്ട് ഇട്ടാലും നല്ലതല്ലേ. ഇവളുടെയോ? കൊള്ളാം. അല്ല ഇപ്പൊ എങ്ങട്ടാ രണ്ടെണ്ണം കൂടി? ഞങ്ങളിന്നേ മാളൂട്ടിയുടെ വീട്ടിലേക്ക് പോവാ. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച പോയതോ? അത് ജയശ്രീയുടെ വീട്ടിലേക്കല്ലേ, ഇവളുടെ കൂട്ടുകാരി. ഇത് മാളൂട്ടി. അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്റെ കൂടെ പഠിച്ച മാളൂട്ടി? മാളൂട്ടിയുടെ മോളുടെ പിറന്നാളാന്ന്. ഓരോരോ കാരണം പറഞ്ഞ എല്ലാ ദിവസവും പോവാണ്ടാവും. അല്ല ഇതങ്ങനെയല്ല, ഇന്ന് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടേ. ദൈവമേ, ഈ എന്താ പായസം ഒന്നും കുടിച്ചിട്ടില്ലേ മോനെ? അല്ല മാളൂട്ടിയുടെ വീട്ടിലത്തെ പായസം നല്ല ടേസ്റ്റ് അമ്മേ. ദൈവമേ, ഈ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ എന്റെ മോനെ. അമ്മ എന്നെ പൊട്ടാന്ന് വിളിക്കല്ലേ. പിന്നെ എന്താ വിളിക്കല്? നേരം കിട്ടിക്കഴിഞ്ഞ അന്നേരം പോകാണ്ടാവും. പൊട്ടാന്ന് വിളിച്ച ഞാൻ പൊട്ടനായി പോവില്ലേ അല്ലേ? അല്ല ഇവളിപ്പോ എന്താ ഒന്നും മിണ്ടാതെ ഇപ്പൊ ഒരു അഭിനയിച്ച് നിക്കുന്നത്? നിന്നെ കൂട്ടി എങ്ങോട്ടേലും പുറത്തു പോണെന്ന് വിചാരിച്ചിട്ടാണോ? എന്താണ്? കൂട്ടുകാരിയുടെ ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഞാനൊന്നും അറിഞ്ഞില്ല. ഇത് ഓരോ ആഴ്ചയിൽ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്ടാവും. അപ്പൊ പിറന്നാളിന് വിളിച്ച പോകണ്ട, പോയില്ലെങ്കിൽ നമ്മള് സംസ്കാരശൂന്യരാവില്ലേ അമ്മേ? സംസ്കാരശൂന്യര്? എടാ ഞാനും ഉണ്ട്, ഇവിടുത്തെ ഒരാള് തന്നെയാണ്. കണ്ണട പൊട്ടിച്ചു. കണ്ണടയൊന്നും പൊട്ടിയിട്ടില്ല, ഞാൻ നോക്കുന്നുണ്ട്. എന്താണ് നീ എന്താ കഥകളി കാണിക്കുന്നത്? അവൾക്ക് കഥകളി ഒന്നും അറിയില്ല. നീ കഥകളി പഠിച്ചുണ്ടോ? അല്ല അവളെ പല മുദ്ര ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഥകളിയല്ല, അവളിപ്പോ എന്നോട് പോവാന്ന് പറഞ്ഞതല്ലേ. അതന്നെ. ഈ അവളെന്തേലും ഒന്ന് പറയും, നീ ആ വാലെ തൂങ്ങി അങ്ങോട്ട് പോകും. നിന്റെ മോനെ തൂങ്ങി. അവൾക്ക് വാലൊന്നുമില്ല അമ്മ, എന്താ അങ്ങനെ പറയണേ? മോനെ നീ കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവള് പറയുന്ന താളത്തിനൊത്ത് തുള്ളാന്ന ആളാവല്ലേ നീയെ. ഞാൻ എപ്പോഴാ തുള്ളി? ഞാൻ തുള്ളിയിട്ടില്ലേ. ഇങ്ങനെ ഒരു പെങ്കോന്തനായി പോയല്ലോ പെങ്കോന്തെന്ന് വിളിക്കുക കേട്ടില്ലേ നീ? അല്ല എനിക്കിതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? അതിന് പെങ്കോന്തെന്ന് വിളിക്കുക? ഞാൻ പുരുഷനല്ലേ. ഈ പോണ്ട, അതാ നല്ലത്. എനിക്ക് പോണം, എനിക്ക് പായസം കുടിച്ചേ പറ്റുള്ളൂ. ഞാൻ പോവും. ഇവിടെ ഉണ്ടാക്കിയാ പോരെ? നീ ഉണ്ടാക്കിയ പായസം അല്ല, മാളൂട്ടിയുടെ വീട്ടിലെ പായസം. കഴിഞ്ഞ കൊല്ലം ഞാൻ കുടിച്ചതാ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അത് പോവാതിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞു ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന് നീ പോണ്ടാന്ന് പറഞ്ഞു എന്ന് പറയും. ഈ ഓനെ പ്രേരിപ്പിക്കും അകത്ത് നിൽക്കുമ്പോ. പോകാന്ന് പറഞ്ഞിട്ട്. ഇല്ല, എന്റെ മോൻ അങ്ങനത്തെ ഒരു ഏർപ്പാടുള്ള ഒരാളല്ല. എന്റെ മോൻ വളരെ നല്ല സ്വഭാവമുള്ള അല്ലേ? ഇവളാണ് നിന്നെ കേടാക്കുക. അത് നോണയാ. അവൾ എന്നെ കേടുവരുത്തിയിട്ടേ ഇല്ല. അവൾ എപ്പോഴും എന്നെ നല്ലതാക്കാനേ നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഈ നല്ലതാണ്. പായസമില്ലല്ലോ നമുക്ക്. മാളൂട്ടിയുടെ വീട്ടിൽ അമ്മ കല്യാണത്തിന്, പിറന്നാളിന് ക്ഷണിച്ചാലും കല്യാണത്തിന് ക്ഷണിച്ചാലും ഒക്കെ നമ്മൾ പോണ്ടേ? ഈ പോണം. പക്ഷേ എടാ, എല്ലാരും എവിടെയെങ്കിലും ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തൊക്കെ എന്തിനാ പോണേ? ചെണ്ടപ്പുറത്ത് ആരാ കോലിട്ടത്? നടക്കൂ. ഞാനേ മാളൂട്ടിയുടെ പായസം ഞാൻ ഉണ്ടാക്കി തരാം. അമ്മയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് മാളൂട്ടിയുടെ വീട്ടിലെ പായസം കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞാലും അങ്ങനെ തന്നെയാ. വിളിച്ചോണ്ട് പോയേ. എങ്ങോട്ടാ? പായസോ എന്താ വെച്ചാ കഴിച്ചിട്ട് വേഗം അങ്ങോട്ട് പോരെ. മതി. അതാ നല്ലത്. ഇവളുള്ളോടത്തോളം കാലം ഇത് അതേ നടക്കുള്ളൂ. ഒരു അന്തസ്സിലൊരു ജീവിക്കാൻ അവള് സമ്മതിക്കില്ല. സമ്മതിക്കില്ല. അതല്ലേ എനിക്ക് അന്തസ്സില്ലാന്നോ? നിനക്ക് അന്തസ്സുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ തള്ളല്ലേ, പോകാന്ന് പറഞ്ഞിട്ട്. എന്തേലും കാണിച്ചു എന്നോടൊന്നും പറയണ്ട. അവള് കരഞ്ഞു. അമ്മ കരയിച്ചു. അവളുടെ ഈ കരച്ചിലേട്ടപ്പോഴും നീ അങ്ങോട്ട് അലിഞ്ഞു പോയി. അമ്മ ഇവിടെ ഇരുന്ന് അമ്മ കരഞ്ഞ അവന് ഒരു കുഴപ്പമില്ല. അമ്മ കരയണില്ലല്ലോ. ഇപ്പൊ കരയണില്ല. ഞങ്ങള് പോവാം. ഈ കരയണ്ട, നമുക്ക് പോവാം. അതന്നെ, കരയണ്ട, കൂട്ടിക്കൊണ്ട് പോ. അയ്യോ എന്റെ മോനെ, പായസം കുടിക്കാനാണ്. ഈ പോയ അവിടുന്ന്. നടന്നേ മുമ്പില് നടന്നേ. എനിക്ക് പേടിയാവും ഇല്ലെങ്കിൽ. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു ചെക്കനും അതിനും പ്രേരിപ്പിച്ച് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ഒരുത്തി. എന്തേലും കാണിക്കട്ടെ.
അതുകൊണ്ട് കണ്ട് കഴിയിക്കോ. പിന്നെ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മോനിപ്പോൾ എന്നോടൊരു ലേശം വെറുപ്പ് തോന്നുന്നുണ്ട്. അന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരു ചെറ്റക്കുടിൽ നിന്നാണ് എനിക്കറിയാലോ. ഞങ്ങളാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത ആൾക്കാരുമാണ്. എൻ്റെ മോനൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അന്നെ അവിടെ നിന്ന് നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. നീ ഓരോ തലയണ മന്ത്രം പറഞ്ഞ് ഇപ്പം എൻ്റെ മോൻ എന്നെ കണ്ടുകൂടാതായി. അതിൻ്റെ ഒരൊറ്റ കാരണം ഈ തന്നെയാണ്. നിന്റെ ഈ തലയണ മന്ത്രം ഒന്നും ലേശം ഒന്ന് കുറച്ച് തന്നാൽ എൻ്റെ മോൻ എന്നോട് ഇത്ര വെറുപ്പുണ്ടാവൂല. പറഞ്ഞു മനസ്സിലായോ എനിക്ക്? ഞാനൊന്നും പറയാറില്ല അമ്മ. ഈ ഒന്നും പറയാറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ മോന് നിന്റെ ഇങ്ങനെ പുറകെ നടക്കണ പണിയാണ് ഇപ്പൊ എൻ്റെ മോന്. അതിനു മുമ്പ് എൻ്റെ പുറകേന്ന് മാറാത്തൊരു കുട്ടിയാ. സ്നേഹിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. നീ ഇങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ എൻ്റെ മോളെ വലിയ കുഴപ്പമാവും. ഈ ഇങ്ങനെ സ്നേഹിക്കണ്ട, മനസ്സിലായല്ലോ? ഈ ഇങ്ങനെ സ്നേഹിച്ചു പോണ്ട. ഈ നല്ലോണം അവനെ നോക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഈ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ചോറും കറിയൊക്കെ വെച്ചുതരാം. ഇത് ചെയ്താൽ മതി. അല്ലാതെ ഈ അവൻ്റെ പുറകെ നടന്ന് എന്നെ വെറുപ്പിക്കുന്ന രീതിയിൽ അവനെ ഇതാക്കി കൊണ്ടുവരരുത്. പറഞ്ഞു കേട്ടല്ലോ? ഇനിയെങ്കിലും നീ ഒന്ന് ശ്രദ്ധിച്ചോ. എനിക്ക് എൻ്റെ മോൻ വേണം. എനിക്കൊരു മോനേ ഉള്ളൂ. അതെനിക്ക് വേണം. അതുകൊണ്ട് പറയാം. നിന്റെ ഈ തലതിരിഞ്ഞ തലയണ മന്ത്രം കാരണം കൊണ്ട് ഇപ്പൊ എൻ്റെ മോൻ എന്നെ കാണുന്ന നേരത്ത് ഒരു ഗൗരവ വെറുപ്പാണ് അവന്. എന്ത് നല്ല മോനായിരുന്നു, തങ്കം പോലത്തെ ചെക്കനായിരുന്നു. നിന്റെ ഒരു വെറുപ്പിക്കൽ കാരണം കൊണ്ട് കഴിക്കും അത്.